പാവം ശിവൻകുട്ടി, പണ്ട് ഇവിടെ ഞാനും ശിവൻകുട്ടിയും കൂടി ഞങ്ങളൊക്കെ ഒരുമിച്ച് ഇവിടെ ഇരിക്കുന്ന പലരും എത്ര വിദ്യാർത്ഥി സമരം ഈ തിരുവനന്തപുരത്ത് നടത്തിയിട്ടുണ്ട്. അന്നാരും കരുതിയില്ല ഇനിയൊരു ദിവസം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് സഖാവ് ശിവൻകുട്ടി മാറും എന്ന്. അന്ന് ആ സമരം നടത്തിയ കാലത്ത് ഞങ്ങളാരും പുറത്തല്ല, പക്ഷെ അദ്ദേഹം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായി. അത് അദ്ദേഹത്തിൻ്റെ ഭാഷ തന്നെ പറഞ്ഞാൽ ഓടിളക്കിയായതല്ല, പോരാടി നേടി തെരുവിൽ നിന്ന് ജനങ്ങളെ പ്രതിരോധിച്ച് നേടിയെടുത്ത കരുത്തിൻ്റെ നന്മയിൽ നിന്ന്. അപ്പോൾ ശിവൻകുട്ടി വിചാരിച്ചു നമ്മളൊക്കെ നമ്മൾ വിദ്യാർത്ഥി നേതാക്കളായപ്പോൾ പാഠപുസ്തകം കിട്ടണമെന്നാണല്ലോ സമരം. ഉച്ചക്കഞ്ഞി, പാഠപുസ്തകം എന്നൊക്കെ പറഞ്ഞ മൗലിക മുദ്രാവാക്യങ്ങളാണ്, യൂണിഫോം നമ്മളെ സമരം. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയപ്പോൾ തീരുമാനിച്ചു ഇനി ആ സമരം വേണ്ട, യൂണിഫോമൊക്കെ ഒന്ന് നേരത്തിന് കൊടുക്കാം, പിന്നെ പാഠപുസ്തകം ഒന്ന് അച്ചടിച്ച് നേരത്തെ അങ്ങ് കൊടുക്കാം. അപ്പോൾ നമ്മളെ രമേശ് ചെന്നിത്തല പത്രസമ്മേളനം നടത്തി ചോദിക്കുകയാണ്, അങ്ങനെ പാഠപുസ്തകം കൊടുക്കാൻ പാടുണ്ടോ? കുട്ടികൾ പരീക്ഷ എഴുതിയതിൻ്റെ ശേഷം, റിസൾട്ട് അറിഞ്ഞതിൻ്റെ ശേഷം പാഠപുസ്തകം അച്ചടിച്ചു കൊടുത്താൽ പോരെ? കേട്ടാതൊന്നും വളരെ ന്യായമായ ഒരു ചോദ്യമാണ്. റിസൾട്ട് അറിഞ്ഞതിൻ്റെ ശേഷം പാഠപുസ്തകം അച്ചടിച്ചാൽ സ്കൂൾ തുറക്കണമെന്ന് കൊടുക്കാൻ പറ്റും? അത് പറ്റുമോ? ഇത് അച്ചടിക്കണ്ടേ? അപ്പോൾ ഒരു നല്ല മനസ്സിന് അടുത്ത കൊല്ലം ജൂൺ മാസത്തിലേക്ക് ആവശ്യമായ എല്ലാ പാഠപുസ്തകവും നേരത്തെ അച്ചടിച്ച്, ആർക്കെങ്കിലും അഡ്വാൻസ് ആയിട്ട് വേണമെങ്കിൽ നല്ല മിടുക്കനായ കുട്ടിക്ക് നേരത്തെ പഠിക്കണമെങ്കിൽ അത് പഠിക്കാം. അത് പഠിക്കുന്ന കുട്ടിക്ക് മാത്രമേ പാഠപുസ്തകത്തെക്കുറിച്ച് വേവലാതി ഉണ്ടാവുള്ളൂ, അല്ലാത്ത പഠിക്കാത്ത ചെന്നിത്തലയ്ക്കും രമേശനും ആ വേവലാതി ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ജീവിതത്തിൽ ഒരിക്കലും അതാലോചിക്കണം. പഠിക്കുന്നതിന് പകരം മറ്റെന്താണ്, ഇതുപോലെ സ്റ്റേജിൽ വന്നാൽ ഉന്തിത്തള്ളി ആഹ്ലാദിക്കുന്ന ആ പ്രവണത പഠിപ്പിക്കുന്ന പ്രസ്ഥാനമല്ല ഇടതുപക്ഷം എന്ന് മനസ്സിലാക്കുന്നതും നല്ലത് തന്നെയാണ്. നിങ്ങളുടെ ആ റൂട്ട് ഏതാ? ഏത് വഴിക്ക് കേരളത്തെ കൊണ്ടുപോകാനാ ശ്രമിക്കുന്നത്? ഇവിടെ ഉണ്ടായ നല്ല മാറ്റങ്ങളെ ജനങ്ങളുടെ മുന്നിൽ മറച്ചു വയ്ക്കാനല്ലേ? ലോകത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനം എവിടെയാ? ലോകത്തിലെ ഒരു സംശയമാർക്കും വേണ്ട, ഈ പുണ്യഭൂമിയിലാണ്, കേരളത്തിലാണ് ഇടതുപക്ഷത്തിൻ്റെ ചെങ്കൊടി കൊണ്ട് ഞങ്ങൾ ആകാശത്തേക്ക് ഉയർത്തി പൊന്തിച്ച് പോരാടി നേടിയെടുത്ത നേട്ടങ്ങളുടെ പട്ടികയിൽ നിൽക്കുകയാണ്. ലോകം വിസ്മയിച്ച് നിൽക്കല്ലേ? ഞാൻ ആവർത്തിച്ചതിലേക്ക് പോകേണ്ട കാര്യമില്ല. ഒരു വലിയ മഹാമാരിയുടെ മുന്നിൽ മനുഷ്യരാശി തളർന്നു നിന്ന് ഓക്സിജൻ എന്ന് പറയുന്ന പ്രാഥമികമായ ഈ പ്രകൃതിയിൽ നിന്ന് ലഭ്യമാവേണ്ട ആനുകൂല്യം, ആ ഓക്സിജൻ മനുഷ്യൻ ലഭ്യമാവാതെ പോയതാണ് ആ മഹാമാരിയുടെ കാലം. കൺമുമ്പിൽ മൃതശരീരങ്ങൾ കൂട്ടിയിട്ടതാണ് ആ മഹാമാരിയുടെ കാലം. അതിസമ്പന്ന രാജ്യങ്ങൾ പിന്തുടർന്ന മുതലാളിത്ത പാതയുടെ പരിമിതി ലോകത്തിന് മനസ്സിലാക്കിയ ഒരു കാലമായിരുന്നു അത്. ലോകം തോറ്റപ്പോഴാണ് ഈ കേരളം തല ഉയർത്തിപ്പിടിച്ചു നിന്നുകൊണ്ട് ഇല്ല, അതിവിടെ ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ച് പ്രാവർത്തികമാക്കിയത്. തെളിയിച്ചില്ലേ ലോകത്തിൻ്റെ മുന്നിൽ? ഞങ്ങളുടെ മുമ്പേ നടന്നുപോയവർ, ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെ പ്രചരണങ്ങളുടെ മുന്നിൽ തളരാതിരുന്നവർ, കീഴടങ്ങില്ല എന്ന് പ്രഖ്യാപിക്കാതിരുന്നവർ, ചെറിയ വരുമാനം കൊണ്ടും ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ലോകത്തിനെ പഠിപ്പിച്ച കേരളത്തെ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയാനാണ് ഈ വലതുപക്ഷം ശ്രമിക്കുന്നതെങ്കിൽ കീഴടങ്ങില്ല എന്ന കേരളത്തിന്റെ ധീര പ്രഖ്യാപനമാണ് വരും ദിവസങ്ങളിൽ ഈ നാട് കാണാൻ പോകുന്നത്.